നമസ്കാരം. അതായത് കണ്ണൂരിൽ നവീൻ ബാബു മുൻ ADF-ന്റെ മരണം, അദ്ദേഹത്തിൻ്റെ ആത്മഹത്യയെപ്പറ്റി അന്വേഷിക്കാൻ CBI വരുന്നു. അതായത് മുൻ കണ്ണൂർ CPM-ന്റെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന PP ദിവ്യയായിരുന്നു അതിലെ കുറ്റക്കാരി. സംസ്ഥാന പോലീസാണ് അന്വേഷിച്ചുകൊണ്ടിരുന്നത്. സംസ്ഥാന പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത് PP ദിവ്യയെ മാത്രം കുറ്റക്കാരിയാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ PP ദിവ്യയുടെ 2 ഫോണുകൾ പരിശോധിച്ചിട്ടില്ല എന്ന് പരാതിയുണ്ട്. PP ദിവ്യയെ കൂടാതെ അവരുടെ ഹസ്ബൻഡ് നവീൻ ബാബുവിനെതിരായിട്ട് ആരോപണം വന്ന പമ്പ് നടത്തിപ്പുകാരനായ അദ്ദേഹത്തിൻ്റെ മൊഴി, അപ്പോൾ അവരെ ഒന്നും പ്രതിയാക്കിയിട്ടില്ല എന്നൊക്കെ നവീൻ ബാബുവിൻ്റെ ബന്ധുക്കൾക്കെല്ലാം ആശങ്കയുണ്ടായിരുന്നു. പുതിയ UDF സർക്കാരിലെ VD സതീശൻ മുഖ്യമന്ത്രിയെ, നവീൻ ബാബുവിൻ്റെ വൈഫ്, കുട്ടികൾ, നവീൻ ബാബുവിൻ്റെ സഹോദരൻ പ്രവീൺ ബാബു എന്നിവർ നേരിട്ട് പോയി കണ്ടു. കൂടാതെ നവീൻ ബാബുവിൻ്റെ വീടിരിക്കുന്ന സ്ഥലത്തെ MLA ആയ, അതായത് റാന്നി MLA ആയ പഴകുളം മധുവും അവരോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ എല്ലാം മീറ്റിങ്ങിൽ നവീൻ ബാബുവിൻ്റെ വൈഫ് ആവശ്യപ്പെട്ടത് ഈ കേസിൽ CBI അന്വേഷണമാണ്. അപ്പോൾ അതിന് VD സതീശൻ പറഞ്ഞ ഉത്തരം, നവീൻ ബാബുവിൻ്റെ കുടുംബത്തിൻ്റെ തീരുമാനം എന്താണോ അതാണ് സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനമെന്നാണ്. അതായത് അവരെന്താഗ്രഹിക്കുന്നോ അത് നടപ്പിലാക്കി കിട്ടുമെന്നാണ്. അതായത് CBI അന്വേഷണം ഉറപ്പായി വരുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. എന്തായാലും നോട്ടിഫിക്കേഷൻ ഇന്നോ അല്ലെങ്കിൽ നാളെ ഇറങ്ങുമെന്ന് തന്നെയാണ് പറയുന്നത്. അതായത് CPM വീണ്ടും കുരുക്കിലേക്ക് പോകാൻ പോകുന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം.